അമൽനാഥ്, കൊച്ചിയിലെ റെയ്ഡ് എങ്ങനെ പുരോഗമിക്കുന്നു? ആര്യ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് രാവിലെയോടുകൂടി തന്നെ കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിലവിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ യൂണിറ്റുകളായാണ് ഇത്തരത്തിൽ ഈ റെയ്ഡ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ലാലി വിൻസന്റെ വീട്ടിൽ ഈ റെയ്ഡ് രാവിലെയോടുകൂടി തന്നെ ആരംഭിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയൊരു എമൗണ്ട് ലാലി വിൻസന്റെ അക്കൗണ്ടിലേക്ക് എത്തിയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഈ റെയ്ഡിലൂടെ ലഭ്യമാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ രാധാകൃഷ്ണൻ പോലുള്ള BJP നേതാക്കൾക്കും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങൾ ഈ റെയ്ഡ് പൂർണ്ണമാകുന്നതോടുകൂടി ലഭ്യമാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു അനന്തകൃഷ്ണന്റെ ഓഫീസ്, അതായത് ഇവിടെ ഹൈക്കോർട്ട് ജംഗ്ഷനിലായിരുന്നു അനന്തകൃഷ്ണന്റെ പ്രധാന ഓഫീസ് കേന്ദ്രീകരിച്ചിരുന്നത്. 2 മുറികളിലായാണ് ഇവിടെ അനന്തകൃഷ്ണന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചിരുന്നത്. ഏകദേശം 10ഓളം സ്റ്റാഫുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ അനന്തകൃഷ്ണന്റെ ഓഫീസ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ടത്തിൽ ഈ ഇടങ്ങളിൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിലായിരുന്നു ലാലി വിൻസന്റുമായി അനന്തകൃഷ്ണന്റെ ബന്ധം പുറത്തു വന്നിട്ടുള്ളത്. നിലവിൽ ആ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം നിലവിൽ ഇപ്പോൾ ഈ ഒരു ED നേതൃത്വത്തിൽ ഈ ഒരു റെയ്ഡ് പുരോഗമിക്കുമ്പോൾ ഇവിടെ എറണാകുളത്ത് ലാലി വിൻസന്റെ ഒപ്പം തന്നെ അനന്തകൃഷ്ണന്റെ പ്രധാനപ്പെട്ട ഓഫീസുകളിലൊക്കെ കടവന്ത്രയിൽ അടക്കമുള്ള ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും കൂടുതൽ വ്യക്തതകൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ പ്രധാന ഡീറ്റെയിൽസുകൾ നിലവിൽ ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല, ലഭ്യമായിട്ടില്ല. അല്പസമയത്തിനകം, അതായത് റെയ്ഡ് പൂർണ്ണമാകുന്നതോടുകൂടി തന്നെ ഇതിന്റെ പ്രധാന വിവരങ്ങളൊക്കെ തന്നെയും ലഭ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 4 മണിക്കൂറിന് മുകളിലായി ഈ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൊച്ചിയിൽ നിലവിൽ.